ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. സഹനം അവസാന ഭാഗം. കിതപ്പോടെ ശക്തമായ ശ്വാസത്തള്ളലോടെ അനന്ത് പാഞ്ഞു വന്ന് സ്ട്രക്ചറിനരികിൽ നിന്നു. ഭീതിയോടെ അതിനു മുകളിൽ കിടക്കുന്ന ആ കുഞ്ഞു ശരീരത്തിലേക്ക് നോക്കി. ആ ശരീരത്തിലെ ശ്വാസഗതി നിശ്ചലമായോ? ഇല്ല. മൂക്കിലൂടെ നേരിയ കുഴലുണ്ട്. കയ്യിൽ മറ്റു സൂചികളും അതിലൂടെ ഡ്രിപ്പോ മറ്റു മരുന്നുകളോ ഒക്കെ കയറുന്നു. ശ്വാസമുണ്ട്. ആ കുഞ്ഞു ശരീരം നിശ്ചലമായിട്ടില്ല. അനന്തു ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പിന്നിൽ നിന്ന് അരുന്ധതി അവനെ പിടിച്ചു. പ്രഭാകരനും മറ്റും അവർക്കരികിലെത്തി. കുഞ്ഞിനെ ICUവിലേക്കാ കയറ്റുക. ബോധം വീണ് അപകടഘട്ടം തീർത്തും കഴിഞ്ഞുവെന്ന് ബോധ്യായാലേ റൂമിലേക്ക് വിടും, പ്രഭാകരൻ പറഞ്ഞു. എൻ്റെ ഈശ്വര! അരുന്ധതി മുകളിലേക്ക് നോക്കി. അനന്തു ഒരാപത്തും വരുത്തല്ലേ, അവനും പ്രാർത്ഥിച്ചു. ഉണ്ണിക്കുട്ടി വീണ്ടും ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലായി. ഉത്കണ്ഠ തിങ്ങിയ മണിക്കൂറുകൾ. ഒടുവിൽ ഉണ്ണിക്കുട്ടി കണ്ണുകൾ തുറന്നു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ നന്ദലാൽ ശർമ്മ പറഞ്ഞു, ഇനി ഭയപ്പെടാനൊന്നുമില്ല, ദൈവം കുഞ്ഞിനെ രക്ഷിച്ചു. ഉണ്ണിക്കുട്ടിയെ വാർഡിലേക്ക് മാറ്റി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി. അനന്ത് ഒഴിച്ച് കൊട്ടാരപ്പറമ്പിലുള്ള മറ്റെല്ലാവരും ഓപ്പറേഷൻ്റെ പിറ്റേന്ന് തന്നെ പോയിരുന്നു. മടക്കയാത്രയിൽ ഉണ്ണിക്കുട്ടി അനന്തുവിൻ്റെ നെഞ്ചോട് പറ്റിച്ചേർന്നിരുന്നുറങ്ങി. തിരിച്ചറിവായി വരുന്ന അവൾക്ക് ഇപ്പോൾ അരുന്ധതിയേക്കാൾ പ്രിയം അനന്തുവാണ്. കാർ ഹൃദയ ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നു. അനന്തു അരുന്ധതിയെ നോക്കി. വിനുവിനെ ഒന്ന് കണ്ടിട്ട് പോകാം മോനെ, എത്രയോ ദിവസമായി അവളെ കണ്ടിട്ട്. മാത്രമല്ല പെറ്റ തള്ളയല്ലേ, അവൾ ഉണ്ണിക്കുട്ടിയെ കാണാൻ കൊതിച്ചിരിക്കുകയാവും. വല്യമ്മ മോളെ കൊണ്ട് പൊയ്ക്കോ, ഞാൻ വരുന്നില്ല, അനന്ത് പറഞ്ഞു. അതെന്താടാ, അവൾ നടക്കാൻ തുടങ്ങിയിട്ട് നീ കണ്ടില്ലല്ലോ. വല്യമ്മ പോകൂ, അനന്ത് ഗൗരവത്തിൽ പറഞ്ഞു. അരുന്ധതി ഉണ്ണിക്കുട്ടിയെ അവൻ്റെ മടിയിൽ നിന്നെടുത്തു. ഉണ്ണിക്കുട്ടി കരച്ചിലായി. അനന്തുവിൻ്റെ നേരെ കൈ നീട്ടിയാണ് കരച്ചിൽ. അരുന്ധതി അത് ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ നടന്നു. അരുന്ധതി ചെല്ലുമ്പോൾ വരാന്തയിലൂടെ പിടിച്ചു നടക്കുകയാണ് വിനു. ലീലാവതി കൂടെയുണ്ട്. അവരുടെ തോളിൽ പിടിച്ചാണ് നടക്കുന്നത്. എങ്കിലും അത് കണ്ടപ്പോൾ അരുന്ധതിക്ക് കണ്ണും മനസ്സും നിറഞ്ഞു. എൻ്റെ പൊന്നുമോളെ! ഉണ്ണിക്കുട്ടിയെ വിനു കോരിയെടുക്കുകയാണ്. അവളുടെ പിടി വിട്ടു പോകാതിരിക്കാൻ ലീലാവതി കുഞ്ഞിനെ ഒന്ന് താങ്ങിക്കൊടുത്തു. വിനു കുഞ്ഞിനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മകൾ കൊണ്ട് മൂടാൻ ശ്രമിച്ചു. ഉണ്ണിക്കുട്ടി അലറിക്കരഞ്ഞു. കരച്ചിൽ ശക്തിയായപ്പോൾ അരുന്ധതി കുഞ്ഞിനെ തിരികെ വാങ്ങി. ഉണ്ണിക്കുട്ടി വന്ന വഴിക്ക് പിന്നിലേക്ക് കൈ ചൂണ്ടിക്കരഞ്ഞു. അനന്തു വണ്ടിയിലുണ്ട്, അങ്ങോട്ട് പോകാനാണ് ബഹളം, അരുന്ധതി പറഞ്ഞു. വിനു ഞെട്ടിത്തിരിഞ്ഞു. അനന്തു എവിടെ? എന്താണ് ഇങ്ങോട്ട് വരാതിരുന്നത്? അവൾ ചോദിച്ചു. ആവോ, അരുന്ധതി പറഞ്ഞു. വിഷയം മാറ്റി. മോൾക്ക് എന്നാണ് വീട്ടിലേക്ക് പോരാനാവുക? ഡോക്ടർ എന്തു പറഞ്ഞു? കുറച്ച് ട്രീറ്റ്മെൻറ്റുകൾ കൂടിയുണ്ട്, 2 മാസം കൂടി വേണ്ടിവരും എന്നാണ് പറഞ്ഞത്, വിനു പറഞ്ഞു. ഓ, എന്നാലും എന്താശ്വാസം. 6-7 മാസം കൂടി എന്നത് 2 മാസം കൂടി എന്നായി കുറഞ്ഞില്ലേ, അരുന്ധതി പറഞ്ഞു. വിനു ദീനയായി നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മ ഡോക്ടറോടൊന്ന് പറയമ്മേ, ബാക്കി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഇനി വീട്ടിൽ വെച്ച് മതിയെന്ന്. ഇവിടെ മടുത്തമ്മേ, എനിക്ക് ശാന്തിയിലെത്താൻ കൊതിയായി. കണ്ടോ, എൻ്റെ മോള് പോലും എന്നിൽ നിന്ന് അകലുന്നു. അവൾ എന്നെ അറിയാണ്ടായി. അമ്മയൊന്ന് പറയമ്മേ. വിനുവിൻ്റെ കണ്ണുകൾ തുളുമ്പി. അവളുടെ നെഞ്ചിലെ നീറ്റം അരുന്ധതി അറിഞ്ഞു. അവൾ ഡോക്ടർ പ്രഭുചന്ദ്രനെ കണ്ടു. വിനു എണീറ്റതും നടന്നതും ഒരത്ഭുതം തന്നെയാണ്. അതും ഇത്ര പെട്ടെന്ന്. കുട്ടിയുടെ രോഗവിവരം അമ്മയ്ക്ക് മരുന്നായി. എങ്കിലും പരസഹായം കൂടാതെ നടക്കണമെങ്കിൽ കുറച്ച് നാളുകൂടി വേണ്ടിവരും. ട്രീറ്റ്മെൻറ്റ് എത്ര നാളത്തേക്കും തുടർന്നോളൂ, പൂർണ്ണ സുഖമാകും വരെ. എത്ര നാളത്തേക്കായാലും ഞാൻ അവളെ കാറിൽ ഇവിടെ എത്തിക്കാം. ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള മോചനം തന്നെ കുറേ ഗുണം ചെയ്യില്ലേ ഡോക്ടർ? മരുന്നും പഥ്യാഹാരവും ഒക്കെ വേണ്ട വിധം ഞാൻ കൊടുത്തോളാം, ഡോക്ടർ പ്രഭുചന്ദ്രൻ പുഞ്ചിരിച്ചു. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഏതായാലും 1 ആഴ്ച കൂടി കഴിഞ്ഞിട്ടാകാം, അദ്ദേഹം പറഞ്ഞു. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ വാക്ക് പാലിച്ചു. വിനുവിനെ ഡിസ്ചാർജ് ചെയ്തു. കൊണ്ടുപോകാൻ ലീലാവതി തയ്യാറായെങ്കിലും വിനു പോയത് ശാന്തിയിലേക്കാണ്. മുറ്റത്ത് കാർ നിർത്തി ഇറങ്ങിയപ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദനയുണ്ടായി വിനുവിന്. ഇനിയൊരിക്കലും ഈ മുറ്റത്ത് ഇങ്ങനെയൊന്ന് നിവർന്നു നിൽക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചതേയല്ല. എല്ലാം ഈശ്വരാനുഗ്രഹം. വിനു തൻ്റെ മുറിയിലെത്തി. എല്ലാം അടുക്കോടും ചിട്ടയോടും കൂടി സൂക്ഷിച്ചിരിക്കുന്നു. പ്രസവ വേദനയോടെ ഇറങ്ങിയതാണ് ഞാൻ 7-8 മാസങ്ങൾക്ക് മുമ്പ്. ഈ ചുവരുകൾക്കുള്ളിൽ തൻ്റെ നിശ്വാസങ്ങളുടെ ചൂട് തങ്ങി നിൽക്കുന്നില്ലേ? ഈ മുറിക്കുള്ളിൽ തൻ്റെ കണ്ണീരിൻ്റെ നനവും ഉണ്ടാകാം. അവയൊക്കെ തന്നെ തിരിച്ചറിയുന്നുണ്ടോ? വീട്ടിലെത്തിയല്ലോ, ഇവിടെ ആളുമുണ്ട്. ഇനി ഞാൻ ചിറ്റാഴത്തേക്ക് പോവുകയാണ്, ഇടയ്ക്ക് വരാം, ലീലാവതി അന്ന് തന്നെ മകളോട് യാത്ര പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ അരുന്ധതി വിനുവിനെ പരിചരിച്ചു. സമയത്ത് മരുന്ന്, കുളിപ്പിക്കാൻ തിളപ്പിച്ചാറിയ മരുന്ന് വെള്ളം, പഥ്യാഹാരം എല്ലാം തയ്യാറാക്കി. എല്ലാറ്റിനും കൂട്ടായി ഇന്ദിര നിന്നു.
ഹോസ്പിറ്റലിൽ പോകേണ്ടുന്ന സമയം കൃത്യമായി തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അനന്തു ഇടയ്ക്ക് ശാന്തിയിലെത്തും. അവനെ കാണുമ്പോൾ ഉണ്ണിക്കുട്ടി ചാടി വീഴും. ആഹ്ലാദ ശബ്ദങ്ങൾ ഉണ്ടാക്കും. അവൻ ഉമ്മ നൽകും. അവൻ യാത്ര പറയുമ്പോൾ കൂടെ പോകാനെന്ന മട്ടിൽ കയ്യിൽ നീട്ടി ഉറക്ക കരയും. ഒരിക്കൽ പോലും അവൻ വിനുവിൻ്റെ മുറിയിലെത്തിയില്ല. കാണാൻ ആഗ്രഹിച്ചതുമില്ല. വിനു അത് അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വന്നാൽ പോകുന്നത് വരെ അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാറുമില്ല. അനന്തു ദല്ലാൽ ശങ്കറിൻ്റെ ഒപ്പം പെണ്ണ് കാണാൻ പോയി. പോസ്റ്റ് ഓഫീസിൽ ക്ലർക്കാണ് പെൺകുട്ടി ജയ. തരക്കേടില്ലെന്ന് അനന്തുവിന് തോന്നി. എല്ലാം കൊണ്ടും കാഴ്ചയിൽ ആവറേജിന് മുകളിലാണ് താനും. മതി, ഇനി ഒരുപാട് കാണണമെന്ന് താല്പര്യവുമില്ല. തൻ്റെ സങ്കല്പം മനസ്സിൽ മരിച്ചിരിക്കുന്നു. ഇനി കിട്ടുന്ന പെൺകുട്ടിയെ സ്വീകരിക്കുക, അതുമാത്രമേ വേണ്ടൂ. അനന്തുവിന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട വിവരം ദല്ലാൾ പ്രഭാകരനെ അറിയിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. വിവാഹം തീരുമാനിക്കപ്പെട്ടു. അടുത്ത ആഴ്ച വിവാഹ നിശ്ചയം. വിവരം അരുന്ധതി അറിഞ്ഞു. താനാണ് അവനെ വിവാഹത്തിന് പ്രേരിപ്പിച്ചത്. എന്നാലും അരുന്ധതിക്ക് നെഞ്ചിൽ ചുള്ളുചുള്ള ഒരു വേദന തോന്നി. അവർ വിനുവിനെ സമീപിച്ചു. അനന്തുവിൻ്റെ വിവാഹ നിശ്ചയമാണ് അടുത്ത ആഴ്ച. അവർ പറഞ്ഞു. പോസ്റ്റ് ഓഫീസിലാണ് പെൺകുട്ടിക്ക് ജോലി. ആ, വൈകിയാണെങ്കിൽ അത് നടക്കട്ടെ, വിനു പറഞ്ഞു. ആ ശബ്ദത്തിൽ ഒരു വികാരഭേദവും ഉണ്ടായിരുന്നില്ല. മുഖത്തോ? അരുന്ധതി നോക്കി. മുഖം തിരിച്ചിരുന്ന് തൻ്റെ കാൽപ്പത്തികളിൽ സ്വയം തൈലം പുരട്ടി തടവുകയായിരുന്നു അവൾ. അതുകൊണ്ട് ആ മുഖഭാവം കാണാൻ പറ്റിയില്ല. ഇവിടെ ആരുമില്ലേ? അപ്പോഴാണ് മുൻവശത്ത് ശബ്ദം കേട്ടത്. അരുന്ധതി ചെല്ലുമ്പോഴേക്കും നന്ദനും സരസ്വതിയും അകത്തേക്ക് വന്നു കഴിഞ്ഞു. ആരിത്? വരൂ. അരുന്ധതി ആഗതരെ ഹാർദവുമായി സ്വീകരിച്ചു. വിനുമോളെ, ഇതാരാണ് വന്നേന്ന് നോക്കൂ. വിനു തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ വിടർന്നു. നന്ദേട്ടനും അമ്മായിയുമോ? എൻ്റെ മോളെ, ഇന്നാൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ ഒരു പനി. കിടന്നു പോയില്ലേ ഞാൻ. ഇവൻ വന്നാൽ പിന്നെ തല പൊക്കിയത്. വന്നപ്പം മുതൽ അവൻ പറയുന്നു വിനുവിൻ്റെ അടുത്ത് പോണോന്ന്. ഹോസ്പിറ്റലിൽ വന്നപ്പോഴാ അവിടെ ആരിയ്ക്കുന്നു. എന്നാലും ചേട്ടനും ചേച്ചിയും പോലും ഒന്നും പറഞ്ഞില്ല നീ ഡിസ്ചാർജായി പോകുന്നു. സരസ്വതി വന്ന പാടെ ഒറ്റ ശ്വാസത്തിന് പറഞ്ഞു. വിനു പുഞ്ചിരിച്ച്. എന്നാൽ ഇവിടെ വന്ന് നിന്നെ കാണാണ്ട് പോണത് എങ്ങനെയാ? നീ ചിറ്റാരത്തേക്ക് പോരുന്നാ ഞാൻ കരുതിയത്. എന്താ ഇവിടേക്ക് പോകുന്നത്? സരസ്വതി കുറ്റപ്പെടുത്തൽ പോലെ ചോദിച്ചു. ഇതല്ലേ അമ്മായി എൻ്റെ വീട്, വിനു പറഞ്ഞു. പശുവും ചത്ത്, മോരിലെ പുളിയും പോയി, പിന്നെന്ത് വീട്? സരസ്വതി പിറുപിറുത്തു. വിനു അരുന്ധതിയെ നോക്കി. ഉണ്ണിക്കുട്ടിയുടെ ഉടുപ്പുകൾ കഴുകിയത് മടക്കി വെക്കുകയാണവർ. പഴയ ക്ഷീണിതയായ ദുഃഖിതയായ അമ്മ അല്ലപ്പോൾ. വിനുവിന് തോന്നി അമ്മയ്ക്ക് ഉത്സാഹം പുനർജനിച്ചിരിക്കുന്നു. കുഞ്ഞ് രക്ഷപ്പെട്ടു വന്നതുകൊണ്ടാവാം. ആഹ്ലാദവതിയാണമ്മ. 10 വയസ്സ് കുറഞ്ഞ ഊർജ്ജസ്വലത. ഒരുപക്ഷേ തൻ്റെ തിരിച്ചുവരവാവാം അമ്മയുടെ ഉത്സാഹത്തിന് കാരണം. സരസ്വതി അരുന്ധതിയുടെ തോളിൽ പിടിച്ചു. എല്ലാ പണിയും ചേച്ചി തനിച്ചാ ചെയ്യണേ? അവർ ചോദിച്ചു. അല്ല, ഇന്ദിരയുണ്ട്. മടക്കിയ തുണികൾ ഷെൽഫിൽ വെച്ച് പൂട്ടിക്കൊണ്ട് അരുന്ധതി പറഞ്ഞു. ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. അരുന്ധതി അടുക്കള ഭാഗത്തേക്ക് തിരിഞ്ഞു. ഞാനും വരുന്നു. സരസ്വതി പുറകെ ചെന്നു. വിനുവിൻ്റെ വീട്ടിൽ ഞാൻ വിരുന്നുകാരിയൊന്നും അല്ലല്ലോ. അരുന്ധതി ചിരിച്ചു. അടുക്കളയിൽ ഇന്ദിര ജോലിത്തിരക്കിലായിരുന്നു. വിനുവിന് കുളിക്കാനുള്ള മരുന്ന് വെള്ളം വാരത്തിലെ അടുപ്പത്തുണ്ട്. അടുക്കളയിൽ ഗ്യാസിന്മേൽ ഉച്ച വിഭവങ്ങളും. അരുന്ധതി ചായ എടുക്കുമ്പോൾ സരസ്വതി സ്വയം ആ പണി ഏറ്റെടുത്തു. അതിനിടയിൽ താൻ വന്ന ഉദ്ദേശം കൂടി സരസ്വതി പുറത്തേക്കെടുത്തു. പ്രസവം കഴിഞ്ഞാൽ വിനുവിനെ നന്ദന് കൊടുക്കാമെന്ന് ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ളതാണ്. സരസ്വതിയും നന്ദനും അത് സമ്മതിച്ചിരുന്നതുമാണ്. എന്നാൽ സരസ്വതിക്ക് മനസ്സിലായി തൻ്റെ ചേട്ടന് മാറ്റം വന്നിരിക്കുന്നു. അടവ് മാറ്റി ചവിട്ടാനാണ് ചേട്ടൻ്റെ നീക്കം. ഓടുന്ന പട്ടിക്ക് ഒരു മുട നീട്ടിയെറിയുകയാണ് സരസ്വതിയുടെ തന്ത്രം. നന്ദനെ അല്ലാതെ വിനുവിന് വേണ്ടി അയാൾ മറ്റാരെയോ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. സരസ്വതിയുടെ അടവുകളും അത്യാഗ്രഹങ്ങളും അറിഞ്ഞ ശ്രീനിവാസൻ അവർക്ക് തടയിടുകയാണ്. പക്ഷേ സരസ്വതി അതറിഞ്ഞിട്ട് തന്നെ മുമ്പേ ഓടിയെത്തിയിരിക്കുന്നു. അവർ അവസരം നോക്കി പറഞ്ഞു. ഞാനും മോനും വന്നത് വിനുവിനെ കാണാൻ മാത്രമല്ല, മറ്റൊരു കാര്യത്തിനും കൂടിയാണ്. അരുന്ധതി നോക്കി. എന്ത് കാര്യം? എൻ്റെ നന്ദന് വേണ്ടി വിനുവിനെ ചോദിക്കാനാണ് ഞാൻ വന്നത്. സരസ്വതി വെട്ടി തുറന്നു പറഞ്ഞു. അരുന്ധതി വിളറിപ്പോയി. ഒരു സ്തംഭനാവസ്ഥ. പണ്ടേ അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമാന്ന് കണ്ടോ? എത്ര നാളാ അവളിങ്ങനെ ഒറ്റയ്ക്ക് കഴിയണേ? തീരെ ചെറുപ്പമല്ലേ, രോഗം പുറത്തുകൊണ്ടിരിക്കുമല്ലേ. ഈ അവസരത്തിൽ ഒരു കല്യാണമൊക്കെ നടത്തിയാൽ രോഗം പെട്ടെന്ന് മാറുമെന്ന് സരസ്വതി പതിയെ പറഞ്ഞു. കല്യാണം ചില രോഗത്തിന് മരുന്ന് തന്നെ. ഇന്ദിര സരസ്വതിയെ സൂക്ഷിച്ചൊന്ന് നോക്കി. മുൻപ് ഒരടി കിട്ടിയതിൻ്റെ ഓർമ്മ സരസ്വതിക്കുണ്ടായി. എങ്കിലും അവർ മറന്നതായി ഭാവിച്ചു. അല്ല, ഒരു കുഞ്ഞുണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല. വിനു ഞങ്ങളുടെ പെണ്ണല്ലേ. അവളുടെ കുഞ്ഞ് ഞങ്ങളുടെയും കുഞ്ഞാ.
പൊന്നുപോലെ നോക്കും ഞങ്ങൾ. എന്താ എന്നെ വിശ്വാസമില്ലേ? അല്ലേലും പെറ്റ തള്ള അവളല്ലേ. കുഞ്ഞിനെ പിരിഞ്ഞ് അവൾ നിൽക്കുവോ? അയ്യോടാ, കുഞ്ഞിനെ കാണാണ്ട് അവൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞത് എങ്ങനെയാന്ന് അവൾക്കേ അറിയൂന്ന്. അത് പിന്നെ തളർന്നു കിടക്കുമല്ലായിരുന്നോ? അതുപോലാണോ? ഇപ്പോൾ രോഗം പോയില്ലേ? അരുന്ധതിയുടെ നെഞ്ചു പിടയ്ക്കുകയായിരുന്നു. വിനുവിനെയും കുഞ്ഞിനെയും ചോദിക്കാൻ ആള് വന്നിരിക്കുന്നു. അവകാശത്തോടെ. വിനുവിൽ ഇവർക്ക് അവകാശമുണ്ട്, കുഞ്ഞിൻ്റെ മേൽ വിനുവിനും. ഇരുവരും തനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണോ? പിടിച്ചു പറിക്കപ്പെടാൻ പോകുന്നോ? എന്താ ചേച്ചി, ഒന്നും പറഞ്ഞില്ലല്ലോ? സരസ്വതി ചോദിച്ചു. അരുന്ധതി അവരെ നോക്കി ഉള്ളിലെ ദണ്ഡം മറച്ച് ചിരിക്കാൻ യത്നിച്ചു. വിഫലമായ ശ്രമം. എങ്കിലും പറഞ്ഞു, വിനുവിൻ്റെ ഇഷ്ടത്തിനാ ഞാൻ പ്രാധാന്യം കൊടുക്കണേ. അവൾക്കൊരു ജീവിതം കിട്ടുന്നതിൽ എനിക്കാണ് ഏറ്റവും സന്തോഷം. എൻ്റെ മകൻ്റെ വിധവയായി കെട്ടിയിടാൻ ഞാൻ ആളല്ല. ഉള്ളിലെ സങ്കടം കടിച്ചു പിടിച്ച അരുന്ധതി പറഞ്ഞു. വിനുവിന് ഇഷ്ടമാണേ പിന്നെ എനിക്കെന്താ തടസ്സം? സരസ്വതിയുടെ കണ്ണുകൾ തിളങ്ങി. ഇന്ദിര അരുന്ധതിയുടെ നെഞ്ചു പിടയുന്നത് കണ്ടു. അവർ സങ്കടത്തോടെ നിന്നു. ഡോക്ടർ പ്രഭുചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം കാൽപ്പത്തിയിൽ തൈലം പുരട്ടി തടവുകയാണ് വിനു. അപ്പോഴും കാൽപ്പത്തികളിലും കൈപ്പത്തികളിലും ഒരുപോലെ ചലിച്ച് ചൂട് പിടിപ്പിച്ച് ഞരമ്പുകളിൽ ശരിയായ രക്തപ്രവാഹത്തിനുള്ള ഒരു വ്യായാമ മുറയാണിത്. അരമണിക്കൂർ നേരം നന്ദൻ അവളെ തന്നെ നോക്കിയിരുന്നു. ഒരു വശം ചരിഞ്ഞുള്ള ആ ഇരിപ്പ്, ഹോസ്പിറ്റലിൽ ബെഡിൽ കിടന്നിരുന്ന എല്ലുപോലുള്ള ശരീരവും ആശ നശിച്ച മുഖവുമല്ല അവൾക്കിപ്പോൾ. പൂർണ്ണമായി വിടർന്ന് വികസിച്ച മനോഹാരിത ഇരട്ടിച്ച പനിനീർ പൂവ്, ഇതളുകൾ അടർന്ന തേനും പൂമ്പൊടിയും നിറഞ്ഞ പൂവ്, കടഞ്ഞെടുത്ത തങ്ക വിഗ്രഹം പോലെ ചെത്തി പണിക്കുറവ് തീർത്ത അവയവങ്ങൾ. ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നോ കല്യാണം കഴിച്ചതാണെന്നോ ആരും പറയില്ല. അത്ര ഭംഗിയാർന്ന മുഖം, അത്ര ആകർഷകമായ രൂപം. തൻ്റെ പെണ്ണ്, കൗമാരം മുതൽ താൻ കൊതിച്ച പെണ്ണ്. നന്ദൻ്റെ അന്തരംഗം ഒന്ന് പ്രഫുല്ലമായി. തൻ്റെ പെണ്ണിതാ കയ്യെത്തും ദൂരത്ത്. ഇതാ നിന്റെ പെണ്ണെന്ന് ദൈവം വെച്ച് നീട്ടുന്നു, എടുത്തോളൂന്നു. നന്ദൻ്റെ ഹൃദയം പിടച്ചു. മനസ്സൊന്ന് കുത്തിപ്പോയി. അയാൾ എഴുന്നേറ്റു. താൻ വിവാഹാലോചനയ്ക്ക് വന്നിരിക്കുന്ന പെണ്ണ്, നാളുകൾക്കകം തൻ്റെ കരവലയത്തിൽ അമരേണ്ടവൾ. വിനു. കൈകൾക്കുള്ളിൽ കോരിയെടുക്കുമായിരുന്നു നന്ദൻ. പിന്നെ മുഖത്തോട് ചേർത്ത് ആഞ്ഞൊരു ചുംബനം. ചി. വിനു കുതറിപ്പിടഞ്ഞ് താഴെ ഇറങ്ങി. വിനു ഞാൻ. നന്ദൻ പറയാനാഞ്ഞു. ചി, മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത്. ഇറങ്ങ്, ഈ നിമിഷം ഇറങ്ങ്. വിനു, ഞാൻ കല്യാണാലോചനയ്ക്ക്. നന്ദൻ പറയാൻ ശ്രമിച്ചു. കല്യാണമോ? ആർക്ക്? നമ്മുടെ കല്യാണം. അത് തീരുമാനിക്കാൻ വന്നതാണ് ഞാൻ. നമ്മുടെ കല്യാണമോ? വിനു അന്താളിച്ചു. നമുക്കിനി അങ്ങനൊരു ബന്ധമുണ്ടാവില്ല. വിനു, നിന്റെ അച്ഛൻ എനിക്ക് വാക്ക് തന്നതാണ്. അച്ഛൻ തന്ന വാക്ക് പാലിക്കാൻ ഞാനിപ്പോൾ ഒട്ടും ബാധ്യസ്ഥയല്ല, വിനു ഉറപ്പിച്ചു പറഞ്ഞു. വിനു. നന്ദൻ തളർന്നുപോയി. ഒരിക്കൽ ഞാൻ അച്ഛൻ്റെ കാല് പിടിച്ചു നമ്മുടെ വിവാഹത്തിന് വേണ്ടി. അച്ഛൻ സമ്മതിച്ചില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളുടേതല്ല. നിങ്ങൾക്ക് എന്നിൽ അവകാശവുമില്ല. എൻ്റെ ഇഷ്ടം നോക്കാതെ എന്നെ കയറി പിടിച്ചത് ഒട്ടും മര്യാദയല്ല. എന്തടി നീ പറഞ്ഞത്? നന്ദന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു. അവളുടെ അവസ്ഥയെ മറന്നു. അത്യന്തം രോഷത്തോടെ അയാൾ അവളെ കടന്നു പിടിച്ചു. ഒരിക്കൽ നഷ്ടപ്പെട്ട നിധി കൈക്കലാക്കോളം എത്തിയപ്പോൾ വീണ്ടും ഇല്ലാതാകുന്നത് അയാളെ ഭ്രാന്തനാക്കി. നീ അത്രയ്ക്കായോടി? എന്നെ വെറും വിഡ്ഢിയാക്കാനാണോടി നിന്റെ ഭാവം? മറ്റവനാ നിനക്ക് വലുത് അല്ലേടി? ഞാനത് സമ്മതിക്കില്ലടി. നന്ദൻ അവളെ ക്രൂരമായ രീതിയിൽ ആക്രമിച്ചു. അമ്മേ. വിനു നിലവിളിച്ചു. അടുക്കളയിൽ നിന്ന് അരുന്ധതിയും സരസ്വതിയും ഇന്ദിരയും അങ്ങോട്ട് പാഞ്ഞു. അരുന്ധതിയും സരസ്വതിയും ഇന്ദിരയും അന്താളിപ്പോടെ കണ്ടു വിനുവിനെ കടന്നു പിടിച്ച് വരിഞ്ഞു കെട്ടാൻ ശ്രമിക്കുന്ന നന്ദനെ. അയാളുടെ പിടിയിൽ നിന്ന് കുതറി മാറാനുള്ള ശാരീരാരോഗ്യം സംഭരിക്കാൻ പാഴ്ശ്രമം നടത്തുന്ന വിനുവിനെ അരുന്ധതി മുറിക്കുള്ളിലേക്ക് പാഞ്ഞു ചെന്നു. അപാര ശക്തിയോടെ നന്ദനെ ബലമായി പിടിച്ചു മാറ്റി. എന്നിട്ട് അവൻ്റെ കരണ താഞ്ഞടിച്ചു. പുറത്തേക്ക് വിരൽ ചൂണ്ടി ഉച്ചത്തിൽ പറഞ്ഞു, ഇറങ്ങ്. ഈ നിമിഷം ഇറങ്ങിക്കോണം രണ്ടാളും. ഇവളൊരു രോഗിയാണെന്ന് പോലും ഓർത്തില്ലല്ലോ നീ. ചി. സ്ഥലകാല ബോധം വന്നതുപോലെ നന്ദൻ ഒന്ന് തിരിഞ്ഞു നിന്നു. അയാൾ അരുന്ധതിയെ നോക്കി, അമ്മയെ നോക്കി, വിനുവിനെ നോക്കി. വല്ലാത്ത ജാള്യത്തോടെ സരസ്വതി നന്ദൻ്റെ അരികിലേക്ക് ചെന്നു. എന്താടാ ഇത്? അവർ രോഷത്തോടെ ചോദിച്ചു. അത് അമ്മേ, ഇവൾ എന്നെ വീണ്ടും വിഡ്ഢിവേഷം കെട്ടിച്ചമ്മേ. സഹിക്കാൻ കഴിഞ്ഞില്ല. നന്ദൻ്റെ സ്വരം തെല്ലിടറി. എന്താടാ നീ പറഞ്ഞത്? സരസ്വതിക്ക് ആ പറഞ്ഞത് മനസ്സിലായില്ല. അന്നത്തെ പോലെ തന്നെ എന്നെ മോഹിപ്പിച്ചിട്ട് അവൾ ഇപ്പോൾ കാലു മാറുന്നു. അവൾക്ക് സമ്മതമല്ലത്രേ. നന്ദൻ തെളിച്ചു പറഞ്ഞു. എടി. ബെഡിന്മേൽ തെല്ല് ചാരി ഉറച്ചു നിൽക്കുന്ന വിനുവിൻ്റെ അടുത്തേക്ക് സരസ്വതി പാഞ്ഞു വന്നു. എന്താടി, നിന്റെ കളിപ്പിള്ളയാണോടി ഞങ്ങള്? അപ്പച്ചി, അതിന് ഞാനൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. വിനു തേങ്ങി. പറഞ്ഞിരുന്നില്ലെന്നോ? സരസ്വതി ചീറി.
നിന്റെ അച്ഛൻ വന്ന് കാല് പിടിച്ചു പറഞ്ഞിട്ടാ ഞാനും മോന് സമ്മതിച്ചത്. കെട്ടിയോളും ചത്ത് വിഷമിച്ച് കഴിഞ്ഞിരുന്ന എൻ്റെ മോൻ നിനക്ക് വേണ്ടി വീണ്ടും സ്വപ്നം കണ്ടു. ഒരിക്കൽ നീ പുറം കൈക്ക് തട്ടി എറിഞ്ഞത് മറന്നുകൊണ്ട് തന്നെ എൻ്റെ ചെറുക്കൻ്റെ പിന്നാലെ മാറാതെ നടന്നിട്ടവള് വലിയ കാശുകാരനും ഡോക്ടറും വന്നപ്പോൾ എല്ലാം മറന്നു. ഇന്ന് ആരെ കണ്ടിട്ടാടി നീ എൻ്റെ ചെക്കനെ വീണ്ടും ചതിക്കുന്നത്? മറ്റേവനെ കണ്ടിട്ടോ? എന്താടി? സരസ്വതിക്ക് പറഞ്ഞു പറഞ്ഞ് സങ്കടം വന്നു. നീ ഗുണം പിടിക്കില്ലടി, ഗുണം പിടിക്കില്ല. ഇപ്പൊ എണീറ്റത് കണക്കാക്കണ്ട, നീ ഇനിയും വീഴുമടി, വീഴും. ആകുന്നത് പോലെ പറഞ്ഞിട്ട് സരസ്വതി മകനെയും പിടിച്ച് മുറിയിൽ നിന്നിറങ്ങി. അവരുടെ വരവ് തന്നെ ഇഷ്ടപ്പെടാതിരുന്ന ഇന്ദിരയ്ക്ക് ആ പോക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. ഓ പിന്നെ അവര് പ്രാഗിയാൽ ഇപ്പൊ പറ്റി. ഇന്ദിര പുച്ഛിച്ചു. സങ്കടം ഇരമ്പി ആർക്കുന്ന മുഖത്തോടെ പിടിച്ചു നിന്ന വിനുവിനോട് ഇന്ദിര പറഞ്ഞു, സാരമില്ല മോളെ, മോള് വിഷമിക്കണ്ട. അവര് പ്രാഗിയാലൊന്നും കൊച്ചിനൊന്നും പറ്റത്തില്ല. എള്ളു കൊടുത്ത് പകരം നെയ്യ് വാങ്ങണ അത്യാഗ്രഹം ആ തള്ളയ്ക്ക്. ഇന്ദിര തുറന്നു പറഞ്ഞു. നമ്മുടെ ഉണ്ണിമോളെ അവര് പൊന്നുപോലെ നോക്കുമത്രേ. വിനു ഞെട്ടിത്തിരിഞ്ഞു. എന്ത്? ഉണ്ണിമോളെ കൊണ്ടുപോകാനോ? അമ്മയുടെ അടുത്ത് നിന്ന് ആര് പറഞ്ഞു ഇങ്ങനെയൊക്കെ? ആ കൊച്ചൻ പാവാന്ന് തോന്നുന്നു, ഇന്ദിര പറഞ്ഞു. മോളോട് സ്നേഹമുള്ള തരവാ, പക്ഷേങ്കിൽ ഇപ്പോഴിവിടെ വെച്ച് ചെയ്തത് വളരെ മോശമായിപ്പോയി. അടികൊള്ളത്തരം തന്നെ. ഇന്ദിരയുടെ അഭിപ്രായം തന്നെയായിരുന്നു അരുന്ധതിക്കും. നന്ദൻ പാവമാണ്, കണ്ടാലറിയാം. വിനുവിനോട് ഉള്ളഴിഞ്ഞ സ്നേഹമുണ്ട്. ആ മുഖവും സങ്കടവും അത് വിളിച്ചു പറയുന്നു എന്ന് കരുതി എന്തുമാകാമെന്നുള്ള വിചാരം ശരിയല്ലല്ലോ. അകത്ത് തൊട്ടിലിൽ ഉറക്കമുണർന്ന ഉണ്ണിക്കുട്ടിയുടെ ചിണുങ്ങൽ കേട്ടു. മോൾ ഉണർന്നു. വിനു മെല്ലെ അങ്ങോട്ട് നീങ്ങി. വിനു, തെല്ല് ഗൗരവത്തിൽ അരുന്ധതി വിളിച്ചു. നിൽക്ക്, കുഞ്ഞിനെ ഇന്ദിര എടുത്തോളും. അത് കേട്ടോടെ ഇന്ദിര ഉണ്ണിക്കുട്ടിയുടെ അടുത്തേക്ക് പോയി. വിനു തിരിച്ചു വന്ന് വീണ്ടും ബെഡിന്മേലിരുന്നു. അരുന്ധതി അവൾക്കരികിൽ ബെഡിൻ്റെ അടുത്തിരുന്നു. ഒരു സത്യം എനിക്കറിയണം. വിനുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അരുന്ധതി പറഞ്ഞു. നന്ദനെ ഞാൻ അടിച്ചു, ഇറക്കി വിട്ടു. നിനക്കതിൽ പിണക്കമുണ്ടോ എന്ന്? എന്താ അമ്മ ഇങ്ങനെ ചോദിക്കുന്നേ? അമ്മ എന്ത് ചെയ്താലും എനിക്ക് പിണക്കം ഉണ്ടാവില്ല. വിനു വിഷമത്തോടെ അരുന്ധതിയെ നോക്കി. എൻ്റെ നന്മയ്ക്കല്ലേ അമ്മ പ്രവർത്തിക്കൂ? അതല്ല മോളെ, നന്ദനോട് ഞാൻ എങ്ങനെ പെരുമാറിയതിൽ വിഷമമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഒട്ടുമില്ല. ഈ മുറിയിൽ കയറി രോഗിയായ എന്നെ കടന്നു പിടിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചത് ഒരിക്കലും ഞാൻ ക്ഷമിക്കുകയില്ല. ഒരുപക്ഷേ ഇങ്ങനെ ഒരു അതിക്രമത്തിന് മുതിർന്നിരുന്നില്ല എങ്കിലോ? എങ്കിലെന്താ? നീ അവനെ ഇഷ്ടപ്പെട്ടിരുന്നില്ലേ വിനു? ഇഷ്ടപ്പെട്ടിരുന്നു എന്നല്ലമ്മേ, ഇപ്പോഴും ഇഷ്ടമുണ്ട്. എങ്ങനെയുള്ള ഇഷ്ടം? അരുന്ധതി അവളെ നോക്കി. അതിപ്പോൾ എങ്ങനെയാണ് പറയുക? വിനു ഒരു നിമിഷം നിന്നിട്ട് പറഞ്ഞു. ചെറുപ്പം മുതൽ കണ്ടു, വലുതായപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇഷ്ടത്തിന് നിറഭേദങ്ങളുണ്ടായി. വിവാഹം കഴിക്കുന്നതും ഇഷ്ടമായിരുന്നു. പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഒളിച്ചോടി പരസ്പരം ഒന്നാകാനോ ആത്മഹത്യ ചെയ്യാനോ ഒന്നും പ്രേരിപ്പിക്കുന്ന വിധം അത്ര ആഴത്തിലുള്ളൊരു പ്രേമമായിരുന്നില്ല എൻ്റേതെന്ന് എന്നെനിക്ക് പിന്നെ മനസ്സിലായി. പക്ഷേ നന്ദേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നിരിക്കാം. ഭർത്താവിൻ്റെ അമ്മയോടാണ് പറയുന്നതെന്ന് വിനുവിനറിയാം. പക്ഷേ സത്യം പറയാനാണ് അവൾ ഇഷ്ടപ്പെട്ടത്. ഞാൻ വിഷ്ണുവിൻ്റെ ഭാര്യയായി ഇവിടെ എത്തിയതോടെ നന്ദേട്ടനെ കുറിച്ച് പിന്നെ ഓർക്കാൻ ശ്രമിച്ചിട്ടേയില്ല. അമ്മ വിശ്വസിക്കണം. വിശ്വസിക്കാം, അരുന്ധതി പറഞ്ഞു. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, വിഷ്ണു ഇപ്പോൾ ജീവനോടെ ഇല്ല. ആ നന്ദന് ഭാര്യയുമില്ല. അയാൾ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട് മോളെ. അയാളുടെ അമ്മയ്ക്കും നിന്നോട് സ്നേഹമുണ്ട്. എന്തുകൊണ്ട് നിനക്ക് അവരുടെ ഓഫർ സ്വീകരിച്ചുകൂടാ? വിനു അരുന്ധതിയുടെ മുഖത്തേക്ക് ഒന്ന് തറച്ചു നോക്കി അന്താളിപ്പോടെ. അമ്മ എന്താ പറയുന്നത്? വിനുവിൻ്റെ സ്വരത്തിൽ വിറയലുണ്ടായി. അമ്മ എന്താ പറഞ്ഞതെന്ന് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്, ഞാൻ പറഞ്ഞതിൻ്റെ ശരിയായ സെൻസ് ഉൾക്കൊണ്ടു തന്നെയാണ്, അരുന്ധതി പറഞ്ഞു. ഞാൻ അമ്മയുടെ ആരാണെന്നത് മറന്നോ അമ്മ? ഇല്ല, ഓർമ്മയുണ്ട് നല്ലവണ്ണം. നീ എൻ്റെ മകൻ്റെ ഭാര്യയായിരുന്നു. ഇപ്പോൾ എൻ്റെ മകനില്ലല്ലോ. നിനക്കിപ്പോൾ വയസ്സ് 26 കഴിഞ്ഞിട്ടുണ്ടാകും അല്ലേ? ചില പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്ന പ്രായം. എന്നെ കണ്ട നാൾ മുതൽ ഞാൻ നിനക്ക് അമ്മയാണ്. പ്രായമായ ഒരു മകൾക്ക് ഭർത്താവിനെ തേടാനും വിവാഹം നടത്താനും ഒരമ്മയ്ക്ക് അവകാശമുണ്ട്. അതിലുപരി അത് അമ്മയുടെ കടമയും കൂടിയാണ്. എൻ്റെ കടമ നിർവഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്തംഭിച്ചതുപോലെ നിൽക്കുകയാണ് വിനു. അരുന്ധതി അവളെ പിടിച്ച് തനിക്ക് അരികിലെത്തി. അവളുടെ മുഖത്തും മുടിയിഴകളിലും ഒക്കെ തലോടി. അവർ പറഞ്ഞു, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ കഴിയുന്നത് ഈ അമ്മയ്ക്ക് സഹിക്കാനാവില്ലടി. അതാണ് പറഞ്ഞത്. വിനുവിൻ്റെ കണ്ണുകൾ കവിഞ്ഞൊഴുകുകയായിരുന്നു. ആ നന്ദൻ നല്ലവനാണ്. അവൻ നിന്നെ ആക്രമിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ അവനെ തല്ലിയതും ഇറക്കി വിട്ടതും. പക്ഷേ
നിനക്ക് വേണ്ടി ഞാൻ അവനെ തിരിച്ചു വിളിക്കാം മോളെ. തല്ലിപ്പോയതിന് മാപ്പ് പറയാം. വേണ്ടമ്മേ, വിനു വിലക്കി. അതെന്താ? എനിക്കങ്ങനെയാ ഒരു ചിന്ത. നന്ദേട്ടനെ കുറിച്ച് ഇപ്പോൾ ഉണ്ടായിട്ടില്ല. സത്യം. വിനു അരുന്ധതിയുടെ കൈവെള്ളയിൽ തൻ്റെ കൈവച്ചു. പക്ഷേ ഹോസ്പിറ്റൽ റൂമിൽ വെച്ച് അവൻ നിന്റെ അടുത്ത്. അരുന്ധതി നിർത്തി. നന്ദേട്ടൻ സ്വാതന്ത്ര്യത്തോടെ പെരുമാറിയിട്ടുണ്ടാകാം, തൊട്ടിട്ടുണ്ടാകാം, പിടിച്ചിട്ടുണ്ടാകാം. ആരെന്ത് ചെയ്താലും എതിർക്കാൻ കഴിവില്ലാതെ കിടക്കുന്ന സമയത്ത് ആരുടെ സ്പർശനവും എന്നിൽ പ്രത്യേക വികാരങ്ങളോ ഇഷ്ടങ്ങളോ ഉണ്ടാക്കിയിട്ടില്ലമ്മേ, വിനു തുടർന്നു. എന്നാൽ ഇന്ന് ഞാൻ അങ്ങനെയല്ല. അന്യ ഒരു പുരുഷന്റെ സ്പർശനം തടയാൻ ഇന്ന് എനിക്കാവും. അതുകൊണ്ടാണ് തടഞ്ഞത്. പക്ഷേ മോളെ, നിനക്ക് അവനെ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചൂടെ? അരുന്ധതി ചോദിച്ചു. ഞാൻ എന്തിനങ്ങനെ ശ്രമിക്കണം? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിവാഹം നടത്തിത്തരാമെന്ന്. ഇല്ലമ്മേ, ഇനിയൊരു വിവാഹം വേണ്ട. എൻ്റെ മോളെ വളർത്തണം, നല്ല നിലയിലെത്തണം. അതാണ് എൻ്റെ ആഗ്രഹം, അതാണ് എൻ്റെ ലക്ഷ്യം. ഒരു വശം പൂർണ്ണമായി തളർന്നു കിടന്നപ്പോഴും രോഗം കുറയാൻ ആഗ്രഹിച്ചതും ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും എൻ്റെ മോളാണ്. മോളെ മറക്കണമെന്നല്ല പറഞ്ഞത്. മോളെ വളർത്തുന്നതോടൊപ്പം നിനക്കും വേണം ഒരു ജീവിതം, വേണ്ടേ? വേണ്ടമ്മേ, എനിക്ക് അമ്മയെ പോലെ കഴിയാനാണ് ഇഷ്ടം. കുഞ്ഞിന് വേണ്ടിയുള്ള ജീവിതം. വിഷ്ണുവിനു വേണ്ടിയല്ലേ അമ്മ ജീവിച്ചത്? വളരെ ശരിയാണ്, അരുന്ധതി സമ്മതിച്ചു. പക്ഷേ ആ വിഷ്ണു ഇന്നെവിടെ? വിനു നോക്കി. നിന്റെ മോളെ നീ വളർത്തുന്നു. വിഷ്ണുവിന് സംഭവിച്ചതുപോലെ നമ്മുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? അമ്മേ, വിനു ആന്തലോടെ വിളിച്ചു. സംഭവിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എങ്കിലും ഞാൻ ചോദിച്ചു പോയതാണ്. വിനു മുഖം കുനിച്ചു. മോളെ, വിനുവിൻ്റെ താടിയിൽ പിടിച്ച് മുഖം തനിക്ക് നേരെ തിരിച്ച അരുന്ധതി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നിന്നിൽ എന്നെ തന്നെയാണ് മോളെ ഞാൻ കാണുന്നത്. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാനും ജീവിച്ചു. പക്ഷേ ഇന്ന് ആ കുഞ്ഞ് എന്നോടൊപ്പം ഇല്ല. അവൻ പോയപ്പോൾ നടുത്തെരുവിൽ അന്ധയായി നിന്ന് നട്ടം തിരിയുന്ന അനുഭവമായിരുന്നു എനിക്ക്. ചുറ്റും അന്ധകാരം, ഏകാകി, ആരോരുമില്ലാത്ത അവസ്ഥ. അങ്ങനെയൊക്കെ തോന്നി. നെടുവീർപ്പോടെ അരുന്ധതി തുടർന്നു. മരിച്ചു കിട്ടാൻ ഞാൻ ഒരുപാട് ആശിച്ചു. നീ ഗർഭിണിയാണെന്നറിയുന്നത് വരെ. മുന്നോട്ട് ജീവിക്കാൻ ഒരു കച്ചി തുരുമ്പായിരുന്നു ആ ഗർഭം. അതുകൂടെ ഇല്ലായിരുന്നെങ്കിലോ എന്താകുമായിരുന്നു എൻ്റെ സ്ഥിതി? വിനു അരുന്ധതിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അതുപോലെ ഒരനുഭവം നിനക്കുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മോളെ. അത്രയ്ക്കും ദുരന്തപൂർണമാണ് ആ അനുഭവം. അരുന്ധതി മെല്ലെ തുടർന്നു. ഞാൻ വിധവയായത് 26-ാം വയസ്സിലാണ്. നിന്റെ ഇപ്പോഴത്തെ അതേ പ്രായം. ഭർത്താവിൽ എന്നിൽ ചൊരിഞ്ഞിരുന്ന സ്നേഹം മാത്രമാണ് മുന്നോട്ടുള്ള എൻ്റെ ജീവിതപാതയെന്ന് തോന്നിയ കാലമാണത്. ഒരുപാട് പേര് പുനർവിവാഹത്തിന് നിർബന്ധിച്ചു. എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരുവൻ്റെ ഭാര്യയായി തീർന്ന് എൻ്റെ മകൻ്റെ ജീവിതം പിച്ചി കീറാനും കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ ജീവിച്ച് കുഞ്ഞിനെ വളർത്താൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനം എത്ര വിഡ്ഢിത്തരമായി എന്ന് പിന്നീടാണ് മനസ്സിലായത്. വിനു അമ്പരന്ന് നോക്കി. സത്യമാണ് മോളെ, അരുന്ധതി തുടർന്നു. നമ്മളൊക്കെ പച്ചയായ മനുഷ്യരല്ലേ? ഭർത്താവിനെ എത്ര ഓർമ്മിച്ചാലും പൂജിച്ചാലും നമ്മൾ സ്ത്രീ തന്നെയല്ലേ? അന്തർദാഹങ്ങളുള്ള സ്ത്രീ. അമ്മ പറയുന്നത്? വിനു സന്ദേഹിച്ചു. സത്യങ്ങൾ, പരമമായ സത്യങ്ങൾ. 4-5 വർഷം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തന്നെ ജീവിച്ചു. ആ കാലയളവിൽ എല്ലാവരും എന്നെ പുനർവിവാഹത്തിന് നിർബന്ധിച്ചു. അച്ഛനും അമ്മയും സഹോദരങ്ങളും അടക്കം. എല്ലാം ഞാൻ നിഷേധിച്ചു. ഒടുവിൽ ഭർത്താവിൻ്റെ ഓർമ്മകളിൽ നിന്നും ഒരുവിധം മോചിതയായി. ഒരു കൂട്ട് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ആരും എന്നോട് പുനർവിവാഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് പോലുമില്ല. അപ്പോഴും എനിക്കിഷ്ടമല്ലെന്ന് എല്ലാവരും കരുതി. എന്നിലെ സ്ത്രീ അപ്പോഴാണ് സങ്കടത്തോടെ പരിതപിച്ചത്. മുൻപ് അവരെയൊക്കെ അനുസരിക്കേണ്ടതായിരുന്നു എന്ന്. പതറിയ ശബ്ദത്തിൽ അവർ തുടർന്നു. വിഷ്ണുമോൻ ഉറങ്ങിക്കഴിയുമ്പോൾ കിടക്കമുറിയിൽ ഉണ്ടാകുന്ന ഏകാന്തത എത്ര ദുസ്സഹമായിരുന്നെന്നോ അന്നൊക്കെ. ഒരു പ്രശ്നം വരുമ്പോൾ പങ്കിട്ട് ലഘൂകരിക്കാൻ ഒരു കൂട്ട്, ഒരത്യാഹിതം വരുമ്പോൾ ഒരു കയ്യാള്. അങ്ങനെയൊക്കെ ഇല്ലാത്ത ഒരാൾക്ക് അതിൻ്റെ കൊടും ഭീകരത മനസ്സിലാക്കാനാവും. ഞാനത് അനുഭവിച്ചവളാണ്. ചെറുപ്പത്തിലെ വിധവകളാകുന്ന അനേകായിരം പെൺകുട്ടികളുടെ അനുഭവമാണിത്. സ്വയം ചിരിച്ച് പരിഹസിക്കുന്നത് പോലെ അവർ പറഞ്ഞു. എൻ്റെ വിഷ്ണു പോയി, അരുന്ധതി തുടർന്നു. മറ്റൊരു ഭർത്താവും അതിൽ കുട്ടികളും ഉണ്ടായിരുന്നെങ്കിൽ വിഷ്ണുവിൻ്റെ വേർപാടോടെ ഞാൻ ഈ ലോകത്തിൽ ഒറ്റപ്പെട്ട് അനാഥത്വത്തോടെ നിൽക്കേണ്ടി വരുമായിരുന്നോ? ഇല്ല എന്ന് വിനു തലയാട്ടി. ആരും പുറമെ അറിഞ്ഞില്ലെങ്കിലും ഒറ്റയ്ക്കുള്ള എൻ്റെ ജീവിതം ഒരുപാട് മുള്ളുകൾക്കിടയിലൂടെ ഇഴഞ്ഞും വലിഞ്ഞും മുറിവേറ്റുമുള്ളതായിരുന്നു. പുരുഷ സാമീപ്യമില്ലാത്ത ഒറ്റയ്ക്ക് കഴിയുന്ന വിധവ. മറ്റു പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് പോലും കളിപ്പാട്ടവും അപവാദ പ്രചരണത്തിനുള്ള ഇരയുമാകുന്നു. എൻ്റെ മോൾക്ക് എൻ്റെ ഗതി ഉണ്ടാവരുത്.
എൻ്റെ അത്രയും തൻ്റെ ഇടം നിനക്കുണ്ടായെന്ന് വരില്ല. 4-5 വർഷം കഴിയുമ്പോൾ ഈ ഞാൻ പോലും ഒരു പുനർവിവാഹത്തെക്കുറിച്ച് നിന്നോട് പറഞ്ഞു എന്ന് വരില്ല. പകരം ഞാൻ മുമ്പേ പറഞ്ഞ മൂടുപടം ധരിപ്പിക്കും. വിനുവിൻ്റെ നോട്ടം ദയനീയമായി. നീ ബെഡിൽ അനങ്ങാതെ കിടന്നപ്പോൾ പോലും നിന്നെ സ്നേഹിച്ചവനാണ് നമ്മുടെ അനന്തു. വിനുവിലൊരു നടുക്കമുണ്ടായി. ഇപ്പോഴവൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചെങ്കിലും പൂർണ്ണ മനസ്സോടെയല്ല. നന്ദനുമായുള്ള നിന്റെ ബന്ധം തീർത്തും മനസ്സിലാക്കി സ്വയം അകന്നതാണവൻ. വിനു വിഷമത്തോടെ മുഖം കുനിച്ചു. ഒന്ന് ചോദിക്കട്ടെ മോളെ, നിന്റെ ഉള്ളിൽ നന്ദൻ ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അനന്തുവിന്റെ മനസ്സ് കാണാൻ നിനക്ക് കഴിഞ്ഞില്ല? വിനുവിന്റെ മിഴികളിൽ നനവൂറി. അവൾ തേങ്ങിക്കൊണ്ട് അരുന്ധതിയുടെ തോളിലേക്ക് തല ചായ്ച്ചു. അടുത്ത ദിവസം അരുന്ധതി കൊട്ടാരപ്പറമ്പിലെത്തി. പ്രഭാകരനെയും രാജേശ്വരിയും കണ്ടു. നമ്മൾ ഒരിക്കൽ സംസാരിച്ച് പിരിഞ്ഞു ഉപേക്ഷിച്ച ഒരു കാര്യവുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്, അരുന്ധതി പറഞ്ഞു. എന്ത് കാര്യം? പ്രഭാകരന് മനസ്സിലായില്ല. അനന്തുവിൻ്റെയും വിനുവിൻ്റെയും കാര്യം, അവർ തമ്മിലുള്ള വിവാഹ കാര്യം, അരുന്ധതി പറഞ്ഞു. എന്താ ചേട്ടത്തി ഈ പറയുന്നത്? പ്രഭാകരൻ അന്താളിച്ചു. അന്യ കുടുംബത്തിൽ ചെന്ന് പെണ്ണ് കണ്ട് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞപ്പോ അവരെ കണ്ട് ഞാൻ കാര്യം പറയാം, മാപ്പ് പറയാം, അരുന്ധതി കേണു. ഹേയ്, അവന് വേണ്ടി ഇപ്പോൾ എത്ര തവണ വാക്കുറപ്പിച്ചു, ഒക്കെ മുടങ്ങുകയും മുടക്കുകയും ചെയ്യുന്നു. പ്രഭാകരൻ ഈർഷ്യായി. അതൊരു പക്ഷേ നല്ലതിനു വേണ്ടി ആയിരിക്കും പ്രഭാകര. വിനുവല്ലാതെ മറ്റൊരു പെണ്ണിനെ കിട്ടിയാൽ അനന്തുവിന് ഒരിക്കലും സന്തുഷ്ടി കിട്ടുകയില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഇതറിയാമെങ്കിൽ പിന്നെന്തിന് അനന്തുവിന് മറ്റൊരു വിവാഹം ഉറപ്പിക്കാൻ ചേട്ടത്തി തന്നെ എന്നെ നിർബന്ധിച്ചു? പ്രഭാകരൻ കൂടുതൽ ദേഷ്യത്തിലായി. അപ്പോൾ എനിക്കങ്ങനെ തോന്നിപ്പോയി. എനിക്ക് വയ്യ ഇനി അന്യ കുടുംബത്തിൽ ചെന്ന് പറ്റില്ല എന്ന് പറയാൻ. അവർ ചീത്ത വിളിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഞാൻ പോയി പറയാം, ഞാൻ ചീത്ത കേട്ടോളാം, അരുന്ധതി തറപ്പിച്ചു പറഞ്ഞു. അനന്ത് പറഞ്ഞോ ഈ വിവാഹം വേണ്ടാന്ന്? ഇല്ല. വിനുവിനെ ഇനിയും സ്വീകരിക്കാൻ അനന്ത് തയ്യാറാണെന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തുറപ്പിലാണ് ഈ വിവാഹം മുടക്കാൻ ചേട്ടത്തി പോകുന്നത്? പ്രഭാകരൻ കൂടുതൽ ഈർഷ്യയോടെ ചോദിച്ചു. ഓർക്കാപ്പുറത്ത് തീക്കൊള്ളിയിൽ പിടിച്ചതുപോലെ അരുന്ധതി. താൻ വിവാഹാലോചന മുടക്കേട്ട് വരുമ്പോൾ പറ്റില്ല എന്ന് അനന്ത് പറഞ്ഞാലോ? ശരീരമാകെ തളരുന്നത് പോലെ തോന്നി അരുന്ധതിക്ക്. എൻ്റെ ഈശ്വര, ഈ വഴി അടഞ്ഞോ? ഉണ്ണിക്കുട്ടിയെ മടിയിലിരുത്തി കുതിർത്ത ബിസ്ക്കറ്റ് വായിലേക്ക് മെല്ലെ മെല്ലെ കൊടുക്കുകയാണ് ഇന്ദിര. ലേശം പാലും കൊടുക്കുന്നുണ്ട്, സ്പൂണിൽ കോരി. അവൾ ഇന്ദിരയെ നോക്കി. എന്തൊക്കെയോ അവ്യക്തമായി പറയുന്നുണ്ട്. ഇന്ദിരയുടെ അടുത്ത് കസേരയിൽ എല്ലാം കണ്ട് വിനു ഇരിക്കുകയാണ്. ഇന്ദിര തറയിൽ ഇരിക്കുന്നത് പോലെ ഒന്നിരിക്കാനും കാലിന്മേൽ ഉണ്ണിക്കുട്ടിയെ ഇരുത്തി ആഹാരം കൊടുക്കാനും വിനുവിന് അധമ്യമായ ആവേശം തോന്നി. ഇനിയും കുറേ നാൾ കൂടി കഴിഞ്ഞാലേ തനിക്കതിന് കഴിയൂ. കഠിനമായ വ്യായാമവും ട്രീറ്റ്മെൻറ്റും ഇനിയും വേണം. മോളെ, അമ്മയുടെ മുത്തേ, അമ്മ ഒന്ന് നോക്കടാ, വിനു അടുത്തിരുന്ന് ഉണ്ണിക്കുട്ടിയുടെ ശ്രദ്ധ ആകർഷിക്കും പോലെ പറഞ്ഞു. അമ്മ അമ്മ പറയടാ കുട്ടാ, അമ്മ, ഇന്ദിര പറഞ്ഞു കൊടുത്തു. പറയടാ ഉമ്മ ഉമ്മ, ഉണ്ണിക്കുട്ടി ആവർത്തിച്ചു പറഞ്ഞു. വിനുവിന് ലോകം പിടിച്ചടക്കിയ സന്തോഷം തോന്നി. അച്ഛ അച്ഛ, ഇന്ദിര ആവർത്തിച്ചു. പറയടാ കുട്ടാ, അച്ഛ അച്ഛ ച ച, ഉണ്ണിക്കുട്ടി ശബ്ദമുണ്ടാക്കി. വിനുവിൻ്റെ നെഞ്ചിൽ ആ ശബ്ദം മുറിവുണ്ടാക്കി. ച ച, ഉണ്ണിക്കുട്ടി ആവർത്തിച്ച് പറഞ്ഞ് ആഹ്ലാദിച്ചു. അച്ഛ എന്ന വിളി കേട്ട് കോൾമയിർ കൊള്ളേണ്ടിയുന്ന ആളെവിടെ? അപ്പോഴാണ് പുറത്ത് ബെല്ലടി കേട്ടത്. ഇന്ദിര എണീക്കാനൊരുങ്ങി. ഞാൻ വാതിൽ ഉറക്കാം ഇന്ദിര ചേച്ചി, അമ്മയാവും. വിനു പതിയെ എണീറ്റു. പിടിച്ചവൾ മുൻവശത്തെ ഹാളിലെത്തി. വാതിൽ തുറന്നു. അനന്തു. വിനുവിന്റെ മുഖം ഒന്ന് വിളറി. അവളിൽ ഒരു പരുങ്ങൽ പ്രകടമായി. അനന്തുവിന്റെ മുഖം തെല്ല് കല്ലിച്ചു. അനന്ത് കയറിയിരിക്കൂ, വിനു പറഞ്ഞു. വല്യമ്മ ഒന്ന് കാണണം, വിളിക്കൂ, അനന്ത് പറഞ്ഞു. അമ്മ ഇവിടെ ഇല്ല, കൊട്ടാരപ്പറമ്പിലേക്ക് പോയിട്ടുണ്ട്, വിനു പറഞ്ഞു. എങ്കിൽ ഞാൻ അവിടെ പോയി കണ്ടോളാം, യാതൊരു ഭാവവ്യത്യാസമില്ലാതെ അനന്ത് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. അനന്തു, വിനു വിളിച്ചു. അവൻ നിന്നു. അനന്തുവിന് എന്നോട് പിണക്കമാണെന്ന് തോന്നുന്നു. വിനു ശബ്ദം താഴ്ത്തി. ആണെങ്കിൽ? അവൻ ചോദ്യം തിരിച്ചു. അവൾ വീണ്ടും വിളറി. ഞാൻ അത്രയ്ക്ക് എന്ത് ചെയ്തു അനന്തുവിനോട്? അത് വിശകലനം ചെയ്യാൻ ഇനിയും സമയമുണ്ട്. ഇപ്പോൾ പോകാൻ തിടുക്കമുണ്ട് എനിക്ക്. അനന്തു വീണ്ടും ഒരടി മുമ്പോട്ട് വെച്ചു. ഇനിയും സമയം ഉണ്ടാവില്ല അനന്തു. എന്താ, അയാളോടൊപ്പം ഉടനെ പോകുന്നുണ്ടോ? കടുത്ത സ്വരത്തിൽ തന്നെ പറഞ്ഞിട്ട് അവൻ അവളെ നോക്കി. ഞാൻ ആരോടൊപ്പം പോകാൻ അനന്തു? ഇവിടെ നിന്നെങ്ങും പോവില്ല ഞാൻ, ഒരിക്കലും. ഞാൻ പറഞ്ഞത് അനന്തുവിൻ്റെ കാര്യമാണ്. വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞു, അക്കാര്യം. അതെ, ഉറപ്പിക്കാൻ പോകുന്നു. നല്ലത്, കൺഗ്രാജുലേഷൻസ്. വിനുവിൻ്റെ സ്വരം
തെല്ല് പതറി. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് സ്വതന്ത്രമായി ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ഇരുന്നോട്ട് പോയിക്കൂടെ? അനന്തു ഒരു നിമിഷം തിന്നു. പിന്നെ വാതിൽ കടന്ന് അകത്തേക്ക് വന്നു സെറ്റിയിലിരുന്നു. വിനു മെല്ലെ നീങ്ങിച്ചെന്ന് ഫാനിട്ടു. ഫാനിൻ്റെ കാറ്റ് അനന്തുവിൻ്റെ മുടിയിഴകളെ ചലിപ്പിക്കുന്നത് നോക്കി അവൾ അവൻ്റെ അടുത്ത് നിന്നു. ഒരു സെറ്റിമേൽ പിടിച്ചു നിന്നു. അനന്തുവിനോട് ക്ഷമ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതാണ് ഇരിക്കാൻ പറഞ്ഞത്. എന്തിന്? പലതിനും. അവൾ പറഞ്ഞു. ഞാൻ കൊട്ടാരപ്പറമ്പിലേക്ക് വിളിക്കാം. അമ്മ ഉടൻ വരും. അമ്മ വരും വരെ ഞാൻ അനന്തുവിനെ ശല്യപ്പെടുത്തും. അനന്തു മുഖമുയർത്തി. ശല്യമാണെന്നു ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് തോന്നി അനന്തുവിൻ്റെ മുഖം കണ്ടപ്പോൾ. വല്യമ്മയെ വിളിക്കണമെന്നില്ല. അനന്തു പോക്കറ്റിൽ നിന്ന് ഒരു മടക്കിയ പേപ്പർ എടുത്ത് നിവർത്തി നീട്ടി. ഇത് കൊടുത്താൽ മതി, ഞാൻ പിന്നെ വന്നോളാം. എന്താ അത്? വീനു അത് വാങ്ങും മുമ്പ് ചോദിച്ചു. കണക്ക്. കണക്ക്? എന്ത് കണക്ക്? വാങ്ങാൻ നീട്ടിയ കൈത്തലം പിൻവലിച്ച് അവൾ എടുത്തു ചോദിച്ചു. ചാ ചാ. പെട്ടെന്ന് ഉണ്ണിക്കുട്ടിയുടെ സ്വരം വാതിക്കൽ. അകത്തു നിന്നവൾ നീന്തി വാതിക്കലെത്തിയിരിക്കുന്നു. അനന്തുവിനെ കണ്ടപ്പോൾ അവൾ ആഹ്ലാദത്തോടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് സ്പീഡിൽ നീന്തി അവൻ്റെ അരികിലെത്തി. ഹായ് പൊന്നൂട്ടാ, ഹായ്. അനന്തു അവളെ കോരിയെടുത്തു. ഉണ്ണിക്കുട്ടി കുടുകുടെ ചിരിച്ചു. മോനെ കാണുമ്പോൾ ഉണ്ണിമോൾക്ക് എങ്ങും ഇല്ലാത്തൊരു സന്തോഷമാണ്. എപ്പോഴും പുറത്തേക്ക് കൈനീട്ടി ചാച്ചാന്ന് വിളിക്കും. അവൾക്ക് പിന്നാലെ വന്ന ഇന്ദിര പറഞ്ഞു. വാടാ കുട്ട, ബിസ്ക്കറ്റും പാലും ഒക്കെ ദേഹത്തുണ്ട്. മോൻ്റെ ഉടുപ്പ് അപ്പടി അഴുക്കാവും. സാരമില്ല ഇന്ദിര ചേച്ചി, അവൾ എൻ്റെ പൊന്നു മോളല്ലേ. ഇത്തിരി അഴുക്ക് പറ്റിയാലും അത് അഴുക്കാവില്ല എനിക്ക്. അനന്ത് ചിരിച്ചു. ഉണ്ണിക്കുട്ടി അവൻ്റെ മുഖത്തും മാറത്തും ഒക്കെ മാന്തി പറിച്ച് ആഹ്ലാദിച്ചു. എന്നാലും ഇങ്ങതാ, കുഞ്ഞിന് മേലൊന്ന് കഴുകി ഉടുപ്പ് മാറ്റിക്കൊണ്ടുവരാം. ഇന്ദിര ബലമായി ഉണ്ണിക്കുട്ടിയെ എടുത്തു. അനന്ത് പുഞ്ചിരിച്ചു. ഇന്ദിരയോടൊപ്പം പോകുമ്പോൾ ഉണ്ണിക്കുട്ടി കാറിക്കരഞ്ഞു. അനന്തുവിന് നേരെ കൈ നീട്ടി അവൾ വിളിച്ചു. ചാ ചാ. എന്നേക്കാൾ എൻ്റെ മോൾക്ക് ആവശ്യം അനന്തുവിനെയാണ് അല്ലേ? വിനു ചോദിച്ചു. അനന്തു മറുപടി പറഞ്ഞില്ല. അല്ലെങ്കിലും ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും എല്ലാ സ്നേഹബന്ധങ്ങളും എന്നും നിഷേധിക്കപ്പെടുന്നവളാണ് ഞാൻ. അനന്തു അത് കേട്ടതായി ഭാവിച്ചില്ല. അത് ശ്രദ്ധിച്ച വിനു പറഞ്ഞു. എന്തോ കണക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എന്താ അത്? അനന്തു വീണ്ടും കയ്യിലിരുന്ന പേപ്പർ നീട്ടി. ഹൃദയ ഹോസ്പിറ്റലിൽ നിന്ന് അതാത് ആഴ്ചയിൽ തീർത്തിരുന്ന ബില്ലുകൾ, അത്യാവശ്യം പുറത്തുനിന്ന് വാങ്ങിയ മറ്റു മരുന്നുകൾ എല്ലാം ഡേറ്റ് ഇട്ട് കണക്ക് കൂട്ടി എഴുതിയിട്ടുണ്ട്. ഇത്രയും മാസത്തെ മൊത്തം ചെലവ് 1,98,318 രൂപ 40 പൈസ. വിനു അനന്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി സ്തംഭിച്ച മട്ടിൽ ഒരു നിമിഷം. കണക്ക്, തനിക്ക് വേണ്ടി മുടക്കിയ തുകയുടെ ചില്ലി പൈസ വരെയുള്ള കണക്ക്. ദാ കണക്ക് നോക്കാം, ചെക്ക് ചെയ്യാം, ബോധ്യപ്പെട്ടിട്ട് തന്നാൽ മതി. വലിയമ്മയോട് പറയുക, എൻ്റെ വിവാഹമാണ് വരുന്നത്, കുറേ പണച്ചെലവുണ്ട്, എൻ്റെ ബാങ്ക് ബാലൻസ് കമ്മിയായിരിക്കുന്നു, വൈകാതെ കിട്ടിയാൽ നന്നായിരുന്നു. അത്രയും പറഞ്ഞ് അനന്തു വാതിക്കലേക്ക് നീങ്ങി. ഇനിയും ഒരു കണക്കൂടി ഉണ്ടല്ലോ, അത് കിട്ടിയില്ല. വിനു പെട്ടെന്ന് പറഞ്ഞു. ഏത് കണക്ക്? ഇനി ഒന്നുമില്ല. അനന്ത് നിന്നു. എൻ്റെ ഉണ്ണിക്കുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ നിന്ന് വെല്ലൂർക്ക് കൊണ്ടുപോയി. അതിന് വളരെയേറെ പണം ചെലവഴിച്ചെന്നറിയാം. ആ കണക്ക്. അനന്ത് തിരിച്ചു വന്ന് വിനുവിന് മുൻപിൽ നിന്നു. ആ കണക്ക് എനിക്കറിയില്ല, കുറിച്ചു വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെ മടക്കിത്തരും? അതെനിക്ക് മടക്കി വേണ്ടാത്ത തുകയാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അനന്ത് പരുങ്ങി. അതെൻ്റെ പൊന്നു മോൾക്കായി ചെലവാക്കിയ തുകയാണ്. അതെങ്ങനെ ഞാൻ മടക്കി വാങ്ങും? അവൻ ചോദിച്ചു. ഉണ്ണിക്കുട്ടി എങ്ങനെ അനന്തുവിൻ്റെ പൊന്നുമോളാകും? വിനു ചോദിച്ചു. അതിപ്പോൾ എങ്ങനെയാ പറയുക? എനിക്ക് എങ്ങനെയാ തോന്നുന്നത്? എൻ്റെ തോന്നൽ സത്യമാണ്. അതുകൊണ്ടല്ലേ മോൾ എന്നെ അച്ഛാന്ന് വിളിക്കുന്നത്? എന്നെ ആ കുഞ്ഞു മനസ്സ് അച്ഛനായിട്ടാണ് കരുതുന്നതെങ്കിൽ ആ കുഞ്ഞിനെ ചികിത്സിച്ചാൻ ചെലവാക്കിയ പണം ഞാൻ എങ്ങനെ തിരിച്ചു വാങ്ങും? അനന്ത് ചോദിച്ചു. ഉണ്ണിക്കുട്ടി എൻ്റെ മോളാണ്, എൻ്റെ വിഷ്ണുവിൻ്റെ കുഞ്ഞ്. എൻ്റെ അച്ഛൻ ഞങ്ങൾ 2 ആൺമക്കളേക്കാൾ കൂടുതൽ വാത്സല്യത്തോടെ വളർത്തിയ വിഷ്ണുവിൻ്റെ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞ് തന്നെയാണ്. ആ വിഷ്ണുവിൻ്റെ ഭാര്യയായിരുന്നു ഞാൻ, വിനു പറഞ്ഞു. എന്നാലും വിനു ഒരു അന്യയാണ്. അനന്ത് തുടർന്നു. അന്യർക്ക് വേണ്ടി മുടക്കുന്ന തുകയ്ക്ക് കണക്ക് പറയാം. ഞാൻ അനന്തുവിന് അന്യയാണോ? വിനു ചോദിച്ചു. അത് പിന്നെ അനന്തു ഒന്ന് തപ്പിയെങ്കിലും വാക്കുകൾ കിട്ടി. അത് പിന്നെ അങ്ങനെയല്ലേ, അല്ലാതെ വിനു എനിക്കാരാ? സ്വയം ചോദിച്ചു നോക്കൂ അനന്ത് സ്വന്തം മനസ്സിനോട്, ഞാൻ അനന്തുവിന് ആരാണെന്ന്. വിനുവിൻ്റെ സ്വരം വിറയാർന്നു. അനന്ത് വിളറിപ്പോയി, ഒന്ന് വിയർക്കുകയും ചെയ്തു. എൻ്റെ കുഞ്ഞ് അനന്തുവിനെ അച്ചാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അനന്തുവിന് ഞാൻ ആരായിരിക്കും?
പറയൂ വിനു പ്ലീസ്. അനന്തു ഒരടി പിന്നോക്കം വെച്ചുപോയി. അറിയാം, അനന്തുവിന് വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു. അത് നടക്കട്ടെ. അനന്തുവിൻ്റെ മനസ്സിൽ ആ പെൺകുട്ടിയാണെന്നും അറിയാം. എന്നാലും ഒരു നിമിഷം കൂടി ഇവിടെ നിൽക്കണം. ഒരു കാര്യം കൂടി പറയാൻ. പറയൂ. അനന്തുവിൻ്റെ സ്വരം വല്ലാതെ ഇടറിയിരുന്നു. അനന്തുവിൻ്റെ മനസ്സ് എന്നെ ഒരുപാട് ആഗ്രഹിച്ചു. എന്നിലെ എല്ലാ കുറവുകളിലും ഒടുവിൽ എൻ്റെ രോഗാവസ്ഥയിലും എന്നെ സ്നേഹിച്ചു. ഞാൻ എല്ലാം അറിഞ്ഞിരുന്നു. ഒരുവൻ്റെ ഭാര്യയായിരുന്നു ഞാൻ. വിധവയാണ്. ഭർത്താവിൻ്റെ സ്മരണകളിൽ സായുജ്യം കണ്ടെത്തേണ്ടവൾ. ഒക്കെ ശരിയാണ്. എന്നാലും ഞാനൊരു സ്ത്രീയല്ലേ. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ആഗ്രഹിക്കുന്ന ഒരാളെ കാണാതിരിക്കാൻ എനിക്കാവുമോ? വിനു. അനന്തുവിൻ്റെ നെഞ്ചിടി പേറി. ഞാൻ കണ്ടു അനന്തുവിനെ. ഈ മനസ്സിൻ്റെ താളങ്ങളും അറിഞ്ഞു. ആ താള നിബന്ധതയിൽ സ്വാർത്ഥ മോഹങ്ങളില്ലെന്നും അറിഞ്ഞു. അതുകൊണ്ടാണ് എന്നെപ്പോലൊരു ദുർഗതിയിൽ നിന്ന് അനന്തുവിനെ അകറ്റാൻ ഞാൻ എന്നും ശ്രമിച്ചത്. അനന്തു അവിശ്വസനീയതയോടെ നോക്കി. എന്നേക്കാൾ സുന്ദരിയായ ഒരു കന്യക തന്നെയാണ് അനന്തുവിന് യോജിക്കുക എന്ന് എനിക്ക് തോന്നിപ്പോയി. വിനു, സത്യമാണോ ഈ പറയുന്നത്? അപ്പോൾ ഈ നന്ദേട്ടൻ ഒരിക്കൽ എന്നെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു എന്നത് സത്യം. പക്ഷേ ഈ ശാന്തിയിലെത്തിയതിൽ പിന്നെ നന്ദേട്ടൻ എൻ്റെ മനസ്സിലില്ല. ഒരിക്കലുമില്ല. ഇപ്പോഴുമില്ല. പിന്നെ അയാൾ ഹോസ്പിറ്റലിൽ വന്നത്, സ്വാതന്ത്ര്യം എടുത്തത്, നന്ദേട്ടൻ വരും മുമ്പേ, സ്വാതന്ത്ര്യം എടുക്കും മുമ്പേ ഞാൻ അനന്തുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കാം. വിനു പതിയെ തുടർന്നു. അതുകൊണ്ട് ആ സ്നേഹപ്രകടനങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ സ്വയം ചലിക്കാനാവാത്ത ഒരു തളർന്ന ശരീരത്തിൻ്റെ സ്പർശന ശക്തിയില്ലാത്ത ഭാഗങ്ങളിൽ മാത്രമായിരുന്നു. അനന്തു അവിശ്വസനീയതയോടെ കിതപ്പോടെ നിന്നു. അനന്തുവിനോടുള്ള എൻ്റെ പെരുമാറ്റം അമ്മയെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നെനിക്ക് തോന്നി. എന്നാലും തളർന്നു കിടക്കുന്ന ഒരുവളുടെ കട്ടിലിൽ അനന്തുവിനെ തളച്ചിടരുതെന്ന് തന്നെ ഞാൻ തീർച്ചപ്പെടുത്തിയിരുന്നു. ഇന്നെനിക്ക് പക്ഷെ ആത്മവിശ്വാസമുണ്ട്. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാകുമെന്ന്. വീണ്ടും ഞാൻ ജോലിക്ക് പോകുമെന്ന്. എൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ച് താലോലിച്ച് വീർപ്പ് മുട്ടിച്ച് വളർത്താനാവുമെന്ന്. വിനു ഒരു നെടുവീർപ്പോടെ തുടർന്നു. പക്ഷേ അമ്മ സമ്മതിക്കുന്നില്ല. അനന്തുവിനറിയാലോ, വിഷ്ണുവിൻ്റെ അമ്മ എനിക്ക് അമ്മായിയമ്മയല്ല, അമ്മയല്ല, ദൈവ സമാനമാണ്. ദേവതയാണവർ. വിഷ്ണുവിൻ്റെ മരണശേഷവും പ്രസവാനന്തരം എൻ്റെ രോഗാവസ്ഥയിൽ ഞാൻ ആ അമ്മയുടെ മഹനീയത ഒരുപാട് അനുഭവിച്ചു. ആ പാദങ്ങളിൽ എന്നും കഴിയണമേ എന്നു മാത്രമാണ് ഇപ്പോഴും എൻ്റെ ആശ. അമ്മയുടെ ഒരിഷ്ടത്തിനും ഞാനെതിരെ നിന്നിട്ടില്ല, ഒരിക്കലും. ഇനിയുള്ള എൻ്റെ ജീവിതം അനന്തുവിനോടൊത്തമാകണമെന്ന് അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നു. അനന്തുവിനെ അച്ഛനായി കിട്ടണമെന്ന് എൻ്റെ ഉണ്ണിക്കുട്ടി ആഗ്രഹിക്കുന്നു. ഇനി ഒരു ജീവിതം ഈ ജന്മത്തിൽ എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് അനന്തവുമൊത്തായിരിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷേ തികഞ്ഞ നഷ്ടബോധത്തോടെ, നനവാർന്ന മിഴികളോടെ, തെല്ലിടറിയ സ്വരത്തോടെ വിനു പറഞ്ഞു, ഞാൻ വളരെ വൈകി, വളരെ എനിക്കറിയാം. അനന്തു എന്നെ വെറുത്തു തുടങ്ങി. മറ്റൊരു പെൺകുട്ടിയെ തെരഞ്ഞെടുത്തു. സാരമില്ല അനന്തു, എന്നെ ഒന്ന് മനസ്സിലാക്കി തരാൻ മാത്രമേ ഞാൻ ഈ അവസരം വിനിയോഗിച്ചിട്ടുള്ളൂ എന്ന് മാത്രം കരുതിയാൽ മതി. എനിക്കൊട്ടും വിഷമമില്ല. അങ്ങനെ കരുതി അങ്ങ് പോകാൻ എനിക്കിനി മനസ്സില്ല വിനു. പെട്ടെന്ന് സ്വയം മറന്ന ആവേശം കൊണ്ട് പറഞ്ഞതും വിനു അനന്തുവിൻ്റെ കരവലയത്തിനുള്ളിലായി. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ ആഗ്രഹിച്ചത് ഈ വാക്ക് കേൾക്കാനാണ് വിനു. ഒരു പെണ്ണിനെ തിരഞ്ഞെടുത്തത് സത്യം. പക്ഷേ ഇന്നോളം അവൾ എൻ്റെ മനസ്സിലില്ല. ഈ മുഖം ഒന്ന് മറക്കാൻ കഴിഞ്ഞിട്ട് വേണ്ടേ? എനിക്ക് നിന്നെ വേണം വിനു, എനിക്ക് വേണം. അനന്തു. വിനു കുതിരാൻ ശ്രമിച്ചു. വിടൂ, എന്നെ വിടൂ. അനന്ത് വിട്ടില്ല. കുതിരാൻ ചെറുതായി ഒന്നുകൂടി വിനു പരിശ്രമിച്ചു. പിന്നെ അവൻ്റെ കരവലയത്തിൽ ആ നെഞ്ചോടൊട്ടി നിന്നുപോയി ഒരു നിമിഷം. കരയുകയായിരുന്നു വിനു അപ്പോൾ. എന്തേ? അനന്തു അവളിൽ നിന്ന് പിടിവിട്ടു. എന്ത് പറ്റി വിനു? എന്തിനാണ് കരയുന്നത്? ഇത് വിഷ്ണുവിൻ്റെ വീടാണ്. ഞാൻ വിഷ്ണുവിനെ ഓർത്തുപോയി അനന്തു. ഓ, അനന്തുവിൻ്റെ മുഖം വാടി. എനിക്ക് വാക്ക് തരുമോ അനന്തു? അവൾ ചോദിച്ചു. എന്ത്? എൻ്റെ മരണം വരെ വല്ലപ്പോഴെങ്കിലും വിഷ്ണുവിനെ ഓർക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമെന്ന്. അനന്ത് ചിരിച്ചുപോയി. എൻ്റെ പൊന്നുമോളെ അനന്ത് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾ അനന്തുവിനെ, അവളുടെ ജീവൻ പോലും ഒരുപക്ഷെ ഇന്ന് നിലനിൽക്കുന്നത് അനന്തു കാരണമാണ്, അറിയാം. എന്നാലും അവളെ വിഷ്ണുവിൻ്റെ കുഞ്ഞായി തന്നെ വളർത്താമെന്ന്. ഇനിയുണ്ടോ നിബന്ധന വല്ലതും? ഒന്നൂടെ പറയൂ. ഒരിക്കലും വിഷ്ണുവിൻ്റെ അമ്മയിൽ നിന്ന് എന്നെ പിരിക്കരുത്. ഇവിടെ തന്നെ കഴിയാൻ അനുവദിക്കണം. എഗ്രീഡ്. മുദ്രപത്രത്തിൽ ഒപ്പിടണോ? വിനു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അനന്തുവിൻ്റെ മുദ്രപത്രം മനസ്സല്ലേ? ആ മനസ്സ് എനിക്കറിയാലോ. ഒക്കെ ശരി. പക്ഷേ
ഈ പുതിയ വിവരം എങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ അവതരിപ്പിക്കും? അനന്ത് തെല്ല് വൈക്ലഫ്യത്തോടെ പറഞ്ഞു. അവതരിപ്പിക്കാതെ കാര്യം നടക്കില്ലല്ലോ. വിനു നോക്കി. പലതും മുടങ്ങി. ഇപ്പോൾ നിശ്ചയിച്ച വിവാഹമെങ്കിലും നടന്നില്ലെങ്കിൽ അച്ഛൻ എന്നെ അടിച്ചിറക്കിയത് തന്നെ. അവൻ പറഞ്ഞു. ഇനിയിപ്പോ അടിച്ചിറക്കിയിട്ടെന്താ? നീ നേരെ ഇങ്ങോട്ട് പോരും, അല്ലാതെന്താ? പെട്ടെന്ന് വാതിക്കൽ പ്രഭാകരന്റെ ശബ്ദം. ഇരുവരും ഞെട്ടിത്തിരിഞ്ഞു. പ്രഭാകരന് പിന്നിൽ അരുന്ധതിയും. അനന്തവും വിനവും വിളറി. അരുന്ധതി അകത്തേക്ക് വന്നു സംതൃപ്തമായ മനസ്സോടെ. എല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ടു മക്കളെ, അരുന്ധതി പറഞ്ഞു. തീരുമാനിച്ച വിവാഹം മുടക്കുന്ന കാര്യം ഞങ്ങളേറ്റു. നിങ്ങൾ വിഷമിക്കണ്ട. അനന്തുവിന്റെ മുഖം വിടർന്നു. അരുന്ധതി വിനുവിന്റെ വലത് കരം അനന്തുവിന്റെ കൈക്കുള്ളിൽ വെച്ചു കൊടുത്തു. എന്റെ സ്വത്തുക്കൾക്കും എന്റെ ഉണ്ണിമോൾക്കും വിനുവിനും നിന്റെ കയ്യിലിരിക്കുന്ന അത്ര സുരക്ഷിതത്വം മറ്റൊരിടത്തും ലഭിക്കുകയില്ലെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിഷ്ണുവിന് പകരം ഈ വീട്ടിൽ വരാൻ നിന്റെ അത്രയും അർഹതയുള്ള മറ്റൊരാളും ഉണ്ടാവില്ലെന്നും അറിയാം. എനിക്ക് സന്തോഷമായി മക്കളെ. ശ്രീനിവാസൻ ചേട്ടൻ നന്ദനെയും വിട്ട് വിനുവിന് വേണ്ടി വേറെ ചെക്കനെ അന്വേഷിക്കുകയാണെന്നറിഞ്ഞു. കൊണ്ടുവന്നാൽ എന്തു ചെയ്യും? പ്രഭാകരൻ ചോദിച്ചു ചിരിയോടെ. വിനുവിന്റെ അച്ഛൻ പാവാ, അരുന്ധതി പറഞ്ഞു. മകളുടെ കയ്യിൽ കുറെ പണം കണ്ടപ്പോൾ കുറച്ച് വേണമെന്ന് തോന്നി. കുറച്ച് പണം വിനു അച്ഛന് കൊടുക്കട്ടെ. അപ്പോൾ തീരാവുന്നതേ ഉള്ളൂ എല്ലാം, അല്ലേ പ്രഭാകര? ശരിയാണ്, അയാൾ സമ്മതിച്ചു. നീ എന്തു പറയുന്നു വിനു? അരുന്ധതി ചോദിച്ചു. വിനു അനന്തുവിനെ നോക്കി. അപ്പോഴാണ് ഇന്ദിര ഉണ്ണിക്കുട്ടിയെ കുളിപ്പിച്ച് ഉടുപ്പും മാറ്റിക്കൊണ്ടു വന്നത്. അവൾ വന്ന പാടെ അനന്തുവിന്റെ നേർക്ക് ചാടി. ഉണ്ണിക്കുട്ടിയെ കയ്യിലെടുത്ത് ഓമനിച്ചുകൊണ്ട് അനന്ത് പറഞ്ഞു. ആർക്ക് എന്തു വേണമെങ്കിലും കൊടുക്കാം, എൻ്റെ പൊന്നൂട്ടിയെ മാത്രം ചോദിക്കാതിരുന്നാ മതി, അല്ലേടാ? ഉണ്ണിക്കുട്ടി ഉറക്കെ ചിരിച്ചു. എനിക്ക് ജോലിയുണ്ട്. പൂർണ്ണമായും സുഖപ്പെട്ടാൽ വിനുവിനും ജോലിക്ക് പോകാം. ഞങ്ങൾക്ക് കഴിയാൻ അത് മതി വല്യമ്മേ. അരുന്ധതിക്ക് സന്തോഷമായി. വിനുവിന്റെ കണ്ണുകളും തിളങ്ങി. പിന്നൊരു കാര്യം വല്യമ്മേ, അനന്ത് പറഞ്ഞു. ദാ ഹോസ്പിറ്റലിലെ ബില്ലും ഞാൻ ചെലവഴിച്ച പണത്തിന്റെ കണക്കും കൊണ്ടുവന്നിട്ടുണ്ട്. കണക്ക് നോക്കി ബോധ്യപ്പെട്ട് അതിങ്ങ് തന്നേക്കണേ. ബാക്കി ആർക്കെങ്കിലും കൊടുക്കാവുള്ളൂ. പോടാ. അരുന്ധതി അവന് നേരെ കൈ ഓങ്ങി. മൊത്തമായി തരുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഒരു ചില്ലറ കണക്ക് ബോധിപ്പിക്കല്. അനന്ത് ചിരിച്ചുപോയി, അത്യധികം മനം നിറഞ്ഞ സന്തോഷത്തോടെ. ആ സന്തോഷം അവനിൽ നിന്ന് വിനു പകർന്നെടുത്തു. അതിൽ നിന്നൊരു പങ്കവൾ അരുന്ധതിക്ക് നൽകി. സഹനം എന്ന നോവൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്